ഓക്കെ, നമ്മളിപ്പോൾ ഡയറക്റ്റിംഗ് എന്നുള്ള ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തി. കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ഭാഗം, ഡയറക്റ്റിങ്ങിൻ്റെ 4ാമത്തെ എലമെൻ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ഭാഗമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ എന്താണെന്നും കമ്മ്യൂണിക്കേഷൻ്റെ എലമെൻസുകൾ, അതുപോലെ തന്നെ 2 ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഫോർമൽ ആൻഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ, പിന്നെ അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ, അതുപോലെ ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ, അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ, ഇവയുടെ പ്രത്യേകതകൾ. പിന്നെ നമ്മൾ ഗ്രേപ്പ് വൈൻ അഥവാ ഗ്രേപ്പ് വൈൻ അഥവാ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നും, കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്, ഫോർമൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് എത്ര തരത്തിലുണ്ടെന്നും, അതുപോലെ തന്നെ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് അഥവാ ഗ്രേപ്പ് വൈൻ എത്ര തരത്തിലുണ്ടെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അതിനുശേഷം നമ്മൾ ആശയവിനിമയ പ്രക്രിയയുടെ ബരിയേഴ്സ് അല്ലെങ്കിൽ തടസ്സങ്ങൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബരിയേഴ്സ് ഓഫ് ഓർഗനൈസേഷൻ കമ്മ്യൂണിക്കേഷൻ്റെ ബരിയേഴ്സ് എത്ര തരത്തിലുള്ള ബരിയേഴ്സ് ഉണ്ട് എന്നുള്ള 4 തരത്തിലുള്ള ബരിയേഴ്സ്, സൈക്കോളജിക്കൽ, അതുപോലെ തന്നെ സെമാൻറ്റിക് ബരിയേഴ്സ്, പിന്നെ അതുപോലെ പേഴ്സണൽ ബരിയേഴ്സ് ആൻഡ് ഓർഗനൈസേഷണൽ ബരിയേഴ്സ്. ഈ 4 ബരിയേഴ്സിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഡയറക്റ്റിംഗ് എന്നുള്ള ചാപ്റ്ററിൻ്റെ ഏറ്റവും അവസാന ഭാഗമായിട്ടുള്ള ഇംപ്രൂവിങ് കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ്നെസ്. നമ്മൾ എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് ഇത്രയും ഭാഗത്തു നിന്ന് മനസ്സിലായിട്ടുണ്ടാവും. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്മ്യൂണിക്കേഷൻ ഈസ് ദ സം ടോട്ടൽ ഓഫ് ആൾ തിങ്സ് വൺ പേഴ്സൺ ഡസ് വെൻ ഹി വാണ്ട്സ് ടു ക്രിയേറ്റ് എൻ അണ്ടർസ്റ്റാൻഡിങ് ഇൻ ദ മൈൻഡ് ഓഫ് അനദർ. അതായത് മറ്റൊരാളുടെ മനസ്സിൽ അണ്ടർസ്റ്റാൻഡിങ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരാൾ നടപ്പിലാക്കുന്ന എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെയും ആകെ തുകയാണ് കമ്മ്യൂണിക്കേഷൻ അഥവാ ആശയവിനിമയ പ്രക്രിയ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ആശയവിനിമയ പ്രക്രിയ എന്തൊക്കെ ഉണ്ടാകാം? ടെല്ലിംഗ് ഉണ്ടാകാം, ലിസണിങ് ഉണ്ടാകാം, അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകാം, വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻസും ഉണ്ടാകാം. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ്റെ പ്രധാനപ്പെട്ട എലമെൻ്റ് എന്ന് പറഞ്ഞാൽ സെൻഡർ, മെസ്സേജ്, എൻകോഡിങ്, മീഡിയ ഓർ ചാനൽ, റിസീവർ, ഡീകോഡിംഗ്, ഫീഡ്ബാക്ക് ആൻഡ് നോയ്സ്. ഇത്രയാണ് കമ്മ്യൂണിക്കേഷൻ്റെ പ്രധാനപ്പെട്ട ചാനൽ എന്ന് പറയുന്നത്. പിന്നെ ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അതേപോലെ തന്നെ ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. പിന്നെ അതുകൂടാതെ മറ്റൊരു 2 ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കും ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കും. ഔപചാരിക ആശയവിനിമയ പ്രക്രിയയും അനൗപചാരികമായിട്ടുള്ള ആശയവിനിമയ പ്രക്രിയയും. ഔപചാരിക ആശയവിനിമയ പ്രക്രിയയിൽ തന്നെ വ്യത്യസ്ത രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകളുണ്ട്. അതുപോലെ തന്നെ അനൗപചാരിക ആശയവിനിമയ പ്രക്രിയയിലും വ്യത്യസ്ത രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകളുണ്ട്. പിന്നെ അതിനുശേഷം നമ്മൾ ബരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടാകാവുന്ന തടസ്സങ്ങൾ എന്തൊക്കെയാണ്? തടസ്സങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 4 തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകാം ബരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഏതൊക്കെയാണ്? ഒന്ന് സെമാൻറ്റിക് ബരിയേഴ്സ് അല്ലെങ്കിൽ വാക്കുകളുടെ അർത്ഥങ്ങളെ സംബന്ധിച്ചുള്ള തടസ്സങ്ങൾ. 2ാമത്തത് ഓർഗനൈസേഷണൽ ബരിയേഴ്സ് അല്ലെങ്കിൽ സംഘടനാപരമായ തടസ്സങ്ങൾ. 3ാമത്തത് സൈക്കോളജിക്കൽ ബരിയേഴ്സ് അഥവാ മനഃശാസ്ത്രപരമായ തടസ്സങ്ങൾ. 4ാമത്തത് പേഴ്സണൽ ബരിയേഴ്സ് അഥവാ വ്യക്തിപരമായ തടസ്സങ്ങൾ. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗവുമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗം, ഡയറക്റ്റിംഗ് എന്നുള്ള ചാപ്റ്ററിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗമായിട്ടുള്ള ഇംപ്രൂവിങ് കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ്നെസ് എന്നുള്ള ഭാഗത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഇംപ്രൂവിങ് കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ ആശയവിനിമയം, അതായത് നമ്മളുടെ ആശയവിനിമയ പ്രക്രിയയെ ഏറ്റവും ഫലപ്രദമാക്കാൻ നമുക്ക് ചെയ്യാൻ കഴിയുന്ന മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. അതാണ് ഈ ഭാഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇംപ്രൂവിങ് കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശയവിനിമയ പ്രക്രിയയെ ഫലപ്രാപ്തിയുള്ളതാക്കാൻ നമുക്ക് ചെയ്യാൻ കഴിയുന്ന മാർഗ്ഗങ്ങൾ അല്ലെങ്കിൽ അതിന് ചെയ്യാൻ കഴിയുന്ന ഐഡിയകൾ എന്തൊക്കെയാണെന്നാണ് ഈ ഒരു ഭാഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യം പറയുന്നത് ക്ലാരിഫൈ ദ ഐഡിയാസ് ബിഫോർ കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് മുന്നേ ആശയം എന്താണെന്ന് സ്വയം മനസ്സിലാക്കുകയും ക്ലാരിഫൈ ചെയ്യുകയും ചെയ്യുക. 2ാമത്തേത് കമ്മ്യൂണിക്കേറ്റ് അക്കോർഡിംഗ് ടു ദ നീഡ്സ് ഓഫ് ദ റിസീവർ, അതായത് സ്വീകർത്താവിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് ആശയവിനിമയം നടത്തുക. 3ാമത്തേത് കൺസൾട്ട് അതേഴ്സ്, മറ്റുള്ളവരെയും കൺസൾട്ട് ചെയ്യുക. 4ാമത്തേത് ബി അവെയർ ഓഫ് ലാംഗ്വേജസ്, ടോൺ ആൻഡ് കണ്ടൻറ്റ്, അതായത് സന്ദേശത്തിന് മുമ്പേ ഭാഷ, ശൈലി, ഉള്ളടക്കം എന്നിവ കൃത്യമായി മനസ്സിലാക്കുക. സന്ദേശത്തിൻ്റെ ഭാഷ, ശൈലി, ഉള്ളടക്കം എന്നിവ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതാണ് ബി അവെയർ ഓഫ് ലാംഗ്വേജസ്, ടോൺ ആൻഡ് കണ്ടൻറ്റ് എന്ന് പറയുന്നത്. 5ാമത്തേത് കൺവേ തിങ്സ് ഓഫ് ഹെൽപ്പ് ആൻഡ് വാല്യൂ ടു ലിസണേഴ്സ്, അതായത് ശ്രോതാവിന് സഹായവും മൂല്യവും ഉണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യുക. ശ്രോതാവിന് സഹായവും മൂല്യവും ഉണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യുക. അതാണ് കൺവേ തിങ്സ് ഓഫ് ഹെൽപ്പ് ആൻഡ് വാല്യൂ ടു ലിസണേഴ്സ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. 6ാമത്തേത് എൻഷുവർ പ്രോപ്പർ ഫീഡ്ബാക്ക്, കൃത്യമായിട്ടുള്ള പ്രതികരണം ഉറപ്പുവരുത്തുക അല്ലെങ്കിൽ ശരിയായ പ്രതികരണം ഉറപ്പാക്കുക. 7ാമത്തേത് കമ്മ്യൂണിക്കേഷൻ ഫോർ പ്രസൻറ്റ് ആസ് വെൽ ആസ് ഫ്യൂച്ചർ, അതായത് പ്രസൻറ്റ് എന്ന് പറഞ്ഞാൽ ഇന്നത്തേക്കും അതുപോലെ തന്നെ ഇപ്പോഴത്തേക്കും അതുപോലെ തന്നെ ഫ്യൂച്ചറിനും വേണ്ടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഫോളോ അപ്പ് കമ്മ്യൂണിക്കേഷൻ, കമ്മ്യൂണിക്കേഷനെ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുക. ലാസ്റ്റ് ബി എ ഗുഡ് ലിസണർ, അല്ലെങ്കിൽ നല്ല ശ്രോതാവായി മാറുക. ഇത്രയാണ് കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ്നെസ്സിനെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ. ഇനി ഇത് ഓരോന്നും നമുക്ക് പരിശോധിക്കാം. ആദ്യം പറയുന്നത് ക്ലാരിഫൈ ദ ഐഡിയാസ്.
ക്ലാരിഫൈ ദ ഐഡിയാസ് ബിഫോർ കമ്മ്യൂണിക്കേറ്റിംഗ് ചെയ്യുന്നതിന് മുന്നേ ഐഡിയാസ് ക്ലാരിഫൈ ചെയ്യണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ച് നോക്കാം. ദ പ്രോബ്ലം ടു ബി കമ്മ്യൂണിക്കേറ്റഡ് ടു സബോർഡിനേറ്റ്സ് ഷുഡ് ബി ക്ലിയർ ഇൻ ആൾ ഇറ്റ്സ് പെർസ്പെക്റ്റീവ് ടു ദ എക്സിക്യൂട്ട് ഹിംസെൽഫ്. The entire problem should be studied in depth, analyzed and stated in such a manner that it is clearly conveyed to subordinate. അതായത് ആശയവിനിമയം നടത്തുന്നതിന് മുൻപേ യഥാർത്ഥ ആശയം വ്യക്തമാക്കണം. ആശയവിനിമയം നടത്തുന്ന വ്യക്തിക്ക് സന്ദേശം എന്താണെന്ന് വ്യക്തമായിരിക്കണം. എങ്കിൽ മാത്രമേ അയാൾക്ക് സന്ദേശം ഫലപ്രദമായി വിനിമയം നടത്താൻ സാധിക്കുകയുള്ളൂ. അതായത് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ്, അല്ലെങ്കിൽ മെസ്സേജ് എന്താണെന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ക്ലിയർ കട്ട് ഐഡിയ സെൻഡർക്ക് ഉണ്ടായിരിക്കണം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആരാണോ ആശയവിനിമയം നടത്തുന്ന വ്യക്തി, അല്ലെങ്കിൽ സെൻഡർ, അല്ലെങ്കിൽ സന്ദേശകൻ എന്ന് പറയുന്ന വ്യക്തി എങ്കിൽ അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും താൻ നൽകുന്ന സന്ദേശത്തെക്കുറിച്ചോ അല്ലെങ്കിൽ കൊടുക്കുന്ന ഇൻഫർമേഷനെക്കുറിച്ചോ ഫലപ്രദമായ ആശയവിനിമയം നടത്തണമെങ്കിൽ അദ്ദേഹത്തിന് സന്ദേശം എന്താണെന്ന് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ക്ലാരിഫൈ ദ ഐഡിയാസ്. അപ്പോൾ എൻ്റയർ പ്രോബ്ലം ഷുഡ് ബി സ്റ്റഡീഡ് ഇൻ ഡെപ്ത്. തൻ്റെ മുൻപിലുള്ള പ്രോബ്ലം മുഴുവനായിട്ട് സ്റ്റഡി ചെയ്യുകയും അനലൈസ് ചെയ്യുകയും സ്റ്റേറ്റ് ചെയ്യുകയും ചെയ്യണം. ഇൻ സച്ച് എ മാനർ ദാറ്റ് ഈസ് ക്ലിയർലി കൺവേഡ് ടു സബോർഡിനേറ്റ്സിന് കൺവേ ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് പ്രോബ്ലത്തിനെ ഡെപ്തായും അനലൈസായും സ്റ്റേറ്റ് ചെയ്യാനുള്ള ഒരു ഐഡിയ വ്യക്തിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കണം. രണ്ടാമത്തേത് കമ്മ്യൂണിക്കേറ്റ് അക്കോർഡിംഗ് ടു ദ നീഡ്സ് ഓഫ് ദ റിസീവർ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്വീകർത്താവിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് ആശയവിനിമയം നടത്തണം. ദ ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് റിസീവർ ഷുഡ് ബി ക്രിസ്റ്റൽ ക്ലിയർ ടു ദ കമ്മ്യൂണിക്കേറ്റർ. അതായത് സ്വീകർത്താവിൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ലെവലിനെ കുറിച്ചൊരു കമ്മ്യൂണിക്കേറ്റർക്ക് നല്ല രീതിയിലുള്ള നോളേജ് ഉണ്ടായിരിക്കണം. മാനേജർ ഷുഡ് അഡ്ജസ്റ്റ് ഹിസ് കമ്മ്യൂണിക്കേഷൻ അക്കോർഡിംഗ് ടു ദ എഡ്യൂക്കേഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ഓഫ് ഹിസ് സബോർഡിനേറ്റ്. തൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഓരോ ജീവനക്കാരൻ്റെയും ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങും അതുപോലെ തന്നെ എഡ്യൂക്കേഷനെയും അനുസരിച്ചിട്ട് കമ്മ്യൂണിക്കേഷനെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി മാനേജറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കണം. മാനേജർ ഷുഡ് അഡ്ജസ്റ്റ്, മാനേജർ നിർബന്ധമായി അഡ്ജസ്റ്റ് ചെയ്യണം ഹിസ് കമ്മ്യൂണിക്കേഷൻ അക്കോർഡിംഗ് ടു ദ എഡ്യൂക്കേഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ഓഫ് സബോർഡിനേറ്റ്സിൻ്റെ എഡ്യൂക്കേഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് ലെവലിനനുസരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു മനോഭാവം സെൻഡറുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ മാനേജറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കണം. ദ ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് റിസീവറുടെ ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിനെ കുറിച്ചിട്ട് പൂർണ്ണമായ ധാരണ ഒരു കമ്മ്യൂണിക്കേറ്റർക്ക് ഉണ്ടായിരിക്കണം. ദ ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് റിസീവർ ഷുഡ് ബി ക്രിസ്റ്റൽ ക്ലിയർ ടു ദ കമ്മ്യൂണിക്കേറ്റർക്ക് കൃത്യമായിട്ടുള്ള നോളേജ് ഉണ്ടായിരിക്കണം. റിസീവറുടെ ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിനെ കുറിച്ച് കമ്മ്യൂണിക്കേറ്റർക്ക് കൃത്യമായ നോളേജ് ഉണ്ടെങ്കിൽ മാത്രമാണ് ലെവൽ ഓഫ് സബോർഡിനേറ്റ്സിൻ്റെ ലെവലിനെ കുറിച്ച് കൃത്യമായ നോളേജ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു സുപ്പീരിയർക്ക് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടാവുകയുള്ളൂ. മൂന്നാമത്തേത് കൺസൾട്ട് അതേഴ്സ്, അല്ലെങ്കിൽ മറ്റുള്ളവരുമായി കൂടിയാലോചിക്കുക എന്ന് പറയും. ബിഫോർ ആക്ച്വലി കമ്മ്യൂണിക്കേറ്റിംഗ് ദ മെസ്സേജ് ഇറ്റ് ഈസ് ബെറ്റർ ടു ഇൻവോൾവ് അതേഴ്സ് ഇൻ ഡെവലപ്പിംഗ് എ പ്ലാൻ ഫോർ കമ്മ്യൂണിക്കേഷൻ. പാർട്ടിസിപ്പേഷൻ ആൻഡ് ഇൻവോൾവ്മെൻറ്റ് ഓഫ് സബോർഡിനേറ്റ്സ് മേ ഹെൽപ്പ് ടു ഗെയിൻ റെഡി ആക്സെപ്റ്റൻസ് ആൻഡ് വില്ലിംഗ് കോപ്പറേഷൻ ഓഫ് സബോർഡിനേറ്റ്സ്. അതായത് യഥാർത്ഥത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് മുന്നേ, അല്ലെങ്കിൽ സന്ദേശം അയക്കുന്നതിന് മുന്നേ, അല്ലെങ്കിൽ സന്ദേശം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് മുന്നേ ഒരു പ്ലാൻ ഡെവലപ്പ് ചെയ്യുന്നത് നന്നായിരിക്കും. ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ ഡെവലപ്പ് ചെയ്യുന്നത് നന്നായിരിക്കും. അതോടൊപ്പം തന്നെ പാർട്ടിസിപ്പേഷൻ ആൻഡ് ഇൻവോൾവ്മെൻറ്റ് ഓഫ് സബോർഡിനേറ്റ്സിൻ്റെ പൂർണ്ണമായിട്ടുള്ള പാർട്ടിസിപ്പേഷനും ഇൻവോൾവ്മെൻറ്റും ഉറപ്പുവരുത്താനും അതുപോലെ തന്നെ അവരുടെ കോപ്പറേഷനും ആക്സെപ്റ്റൻസും ഉറപ്പുവരുത്താനും കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ ഡെവലപ്പ് ചെയ്യുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ മറ്റുള്ളവരുമായി കൂടി ആലോചിച്ചതിന് ശേഷം ഒരു സന്ദേശം പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓർഗനൈസേഷനിലുള്ള മറ്റുള്ളവരുമായി കൂടി ആലോചിച്ച് തനിയെ ഒരു സന്ദേശം പുറപ്പെടുവിക്കുന്നതിനെക്കാട്ടിലും ഓർഗനൈസേഷനിലുള്ള ഓരോ വ്യക്തികളുമായി കൂടി ആലോചിച്ചതിന് ശേഷം ഒരു പ്ലാൻ ഡെവലപ്പ് ചെയ്ത് ആ പ്ലാനിനെ ബേസ് ചെയ്തിട്ട് സബോർഡിനേറ്റ്സിൻ്റെ പാർട്ടിസിപ്പേഷനും ഇൻവോൾവ്മെൻറ്റും ഉറപ്പാക്കിക്കൊണ്ടുള്ള ഒരു കോപ്പറേഷനും ഉറപ്പാക്കിക്കൊണ്ടുള്ള സന്ദേശം പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി മോർ ബെറ്റർ ആയിട്ട് മാറുന്നത്. ഇത് കൂടുതൽ ബെറ്റർ ആകും. അതുകൊണ്ടാണ് ബിഫോർ ആക്ച്വലി കമ്മ്യൂണിക്കേറ്റിംഗ് ദ മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് മുന്നേ ഇറ്റ് ഈസ് ബെറ്റർ ടു ഇൻവോൾവ് അതേഴ്സ് ഇൻ ഡെവലപ്പിംഗ് എ പ്ലാൻ ഫോർ കമ്മ്യൂണിക്കേഷൻ്റെ പ്ലാൻ ഡെവലപ്പ് ചെയ്യുന്നതിൽ മറ്റുള്ളവരെ കൂടി ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ. പാർട്ടിസിപ്പേഷൻ ആൻഡ് ഇൻവോൾവ്മെൻറ്റ് ഓഫ് സബോർഡിനേറ്റ്സിൻ്റെ പാർട്ടിസിപ്പേഷനും ഇൻവോൾവ്മെൻറ്റും മേ ഹെൽപ്പ് ടു ഗെയിൻ റെഡി ആക്സെപ്റ്റൻസ് ആൻഡ് വില്ലിംഗ് കോപ്പറേഷൻ ഓഫ് സബോർഡിനേറ്റ്സ്. കൃത്യമായിട്ടുള്ള ആക്സെപ്റ്റൻസും വില്ലിംഗ് കോപ്പറേഷനും നേടിയെടുക്കാൻ സഹായിക്കും. നാലാമത്തേത് ബിവെയർ ഓഫ് ലാംഗ്വേജസ്, ടോൺ ആൻഡ് കണ്ടൻറ്റ് ഓഫ് മെസ്സേജസ്. The content of the message, tone and language used, manner in which the message to be communicated are the important aspects of effective communication. The language used should be understandable to the receiver and should not offend the sentiments of listeners.
അതായത് ബി അവെയർ ഓഫ് ലാംഗ്വേജസ്, ടോൺ ആൻഡ് കണ്ടൻറ് ഓഫ് ദ മെസ്സേജസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സന്ദേശത്തിൻ്റെ ഭാഷ, ശൈലി, ഉള്ളടക്കം എന്നിവ കൃത്യമായി മനസ്സിലാക്കുക. സന്ദേശം കൊടുക്കുന്നതിന് മുന്നേ സന്ദേശത്തിൻ്റെ ഭാഷ, ശൈലി, ഉള്ളടക്കം എന്നിവ കൃത്യമായി മനസ്സിലാക്കുക. അതായത് ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന ഭാഷ സ്വീകർത്താവിന് മനസ്സിലാകുന്ന ഭാഷയായിരിക്കണം. അത് സ്വീകർത്താവിൻ്റെ വികാരത്തെ വ്രണപ്പെടുത്തുന്ന ഭാഷയാകരുത്, അല്ലെങ്കിൽ വ്രണപ്പെടുത്തുന്ന രീതിയിലാവരുത്. ദ കണ്ടൻറ് ഓഫ് ദ മെസ്സേജിൽ പറയുന്ന കണ്ടൻറ്റ്, അതുപോലെ തന്നെ ടോൺ, സ്വരം, അതുപോലെ തന്നെ ലാംഗ്വേജ് യൂസ്, ഉപയോഗിക്കുന്ന ഭാഷ, മെസ്സേജ് ടു ബി കമ്മ്യൂണിക്കേറ്റഡ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആസ്പെക്റ്റാണ്. ഒരു കാര്യം പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ മെസ്സേജ് പറയുന്ന സമയത്ത് സ്വീകർത്താവിന് സ്വീകരിക്കാൻ കഴിയുന്ന ഒരു ഭാഷയിലോ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഭാഷയിലോ ആയിരിക്കണം ആശയം കൈമാറ്റം ചെയ്യേണ്ടത്. അദ്ദേഹത്തിൻ്റെ വികാരത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള ഭാഷയോ അത്തരത്തിലുള്ള ലാംഗ്വേജുകളോ ടോണുകളോ അതുപോലെ തന്നെ തെറ്റായ അഫക്റ്റുകളോ യൂസ് ചെയ്യാൻ പാടുകയില്ല. അടുത്ത അഞ്ചാമത്തെ പറയുന്നത് കൺവേ തിങ്സ് ഓഫ് ഹെൽപ്പ് ആൻഡ് വാല്യൂ ടു ലിസണേഴ്സ്. അതായത് വൈൽ കൺവേയിങ് ദ മെസ്സേജ് ടു അതേഴ്സ് ഇറ്റ് ഈസ് ബെറ്റർ ടു നോ ദ ഇൻട്രസ്റ്റ് ആൻഡ് നീഡ്സ് ഓഫ് പീപ്പിൾ വിത്ത് ഹൂം യു ആർ കമ്മ്യൂണിക്കേറ്റിംഗ്. അതായത് ശ്രോതാവിന് സഹായവും മൂല്യവും ഉണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യുക. സ്വീകർത്താവിൻ്റെ താല്പര്യങ്ങൾക്കും ആവശ്യങ്ങൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ട് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ മെസ്സേജുകൾക്കായിരിക്കും കൂടുതൽ പ്രാമുഖ്യം കിട്ടുകയും അതോടൊപ്പം തന്നെ സ്വീകർത്താവിൽ നിന്നും യഥാർത്ഥ രീതിയിലുള്ള പ്രതികരണം ഉറപ്പാക്കാൻ അത് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അതാണ് കൺവേ തിങ്സ് ഓഫ് ഹെൽപ്പ് ആൻഡ് വാല്യൂ ടു ലിസണേഴ്സ് എന്ന് പറയുന്നത്. വൈൽ കൺവേയിങ് ദ മെസ്സേജ് ടു അതേഴ്സ്, മറ്റുള്ളവരിലേക്ക് മെസ്സേജ് കൺവേ ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഈസ് ബെറ്റർ ടു നോ ദ ഇൻട്രസ്റ്റ് ആൻഡ് നീഡ്സ് ഓഫ് പീപ്പിൾ വിത്ത് ഹൂം യു ആർ കമ്മ്യൂണിക്കേറ്റിംഗ്. ആരുമായാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ഇൻട്രസ്റ്റ് ആൻഡ് നീഡ്സ് അറിഞ്ഞിരിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. ആറാമത് പറയുന്നത് എൻഷുർ പ്രോപ്പർ ഫീഡ്ബാക്ക്. പ്രോപ്പർ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിയായ പ്രതികരണം ഉറപ്പാക്കുക എന്ന് പറയും. ദ കമ്മ്യൂണിക്കേറ്റർ മേ എൻഷുർ ദ സക്സസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബൈ ആസ്കിംഗ് ക്വസ്റ്റ്യൻസ് regarding the message conveyed. The receiver of communication may also be encouraged to respond to communication. അതായത് അയച്ച സന്ദേശം വ്യക്തമായി മനസ്സിലാക്കി എന്ന് ഉറപ്പുവരുത്താൻ കൃത്യമായ തുടർ നടപടികൾ ആവശ്യമാണ്. ഇതിനെയാണ് നമ്മൾ പ്രതികരണം അല്ലെങ്കിൽ ഫീഡ്ബാക്ക് എന്നതുകൊണ്ട് ചുരുക്കുന്നത്. കമ്മ്യൂണിക്കേറ്റർക്ക് അതിന് എന്ത് ചെയ്യാം? ആസ്കിംഗ് ക്വസ്റ്റ്യൻസ് റിഗാർഡിംഗ് ദ മെസ്സേജ് കൺവേ ചെയ്തിട്ടുള്ള മെസ്സേജുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തിക്ക് മനസ്സിലായി എന്ന് തിരിച്ചറിയാൻ വേണ്ടി കമ്മ്യൂണിക്കേറ്റർക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻസുകൾ അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവകാശമുണ്ട്. ദ റിസീവർ ഓഫ് കമ്മ്യൂണിക്കേഷൻ മേ ആൾസോ ബി എൻകറേജ്ഡ് ടു റെസ്പോണ്ട് ടു കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷനെ റെസ്പോണ്ട് ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്തം റിസീവർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ റിസീവർ എത്രമാത്രം അതിനോട് പ്രതികരിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയാൻ പ്രോപ്പർ ഫീഡ്ബാക്ക് എൻഷുർ ചെയ്യുക എന്നുള്ള കമ്മ്യൂണിക്കേഷൻ മസ്റ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. സെൻഡർ നൽകിയ ഇൻഫർമേഷനെ റിസീവർ എത്രമാത്രം സ്വീകരിച്ചു എന്ന് അറിയാൻ വേണ്ടി റിസീവർക്ക് ചില ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള അവകാശം സെൻഡർക്കുണ്ട്. സെൻഡർ ചോദിച്ച ക്വസ്റ്റ്യൻസിന് കൃത്യമായ മറുപടി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് റിസീവറുടെ ഡ്യൂട്ടിയുമാണ്. അടുത്ത ഏഴാമത്തേത് കമ്മ്യൂണിക്കേഷൻ ഫോർ പ്രസൻറ്റ് ആസ് വെൽ ആസ് ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ജനറലി കമ്മ്യൂണിക്കേഷൻ ഈസ് നീഡഡ് ടു മീറ്റ് ദ എക്സിസ്റ്റിംഗ് കമ്മിറ്റ്മെൻറ്റ്സ് ടു മെയിൻറ്റെയിൻ കൺസിസ്റ്റൻസി. ദ കമ്മ്യൂണിക്കേഷൻ ഷുഡ് എയിം അറ്റ് ഫ്യൂച്ചർ ഗോൾസ് ഓഫ് ദ എൻ്റർപ്രൈസ് ആൾസോ. കമ്മ്യൂണിക്കേഷൻ ഫോർ പ്രസൻറ്റ് ആസ് വെൽ ആസ് ഫ്യൂച്ചർ, ഭാവിയിലേക്കും അതുപോലെ തന്നെ ഇന്നത്തേക്കും ആവശ്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യണം. ജനറലി കമ്മ്യൂണിക്കേഷൻ ഈസ് നീഡഡ് ടു മീറ്റ് ദ എക്സിസ്റ്റിംഗ് കമ്മിറ്റ്മെൻറ്റ്സ് ടു മെയിൻറ്റെയിൻ കൺസിസ്റ്റൻസി ഉറപ്പുവരുത്തുന്നതിനും അതുപോലെ തന്നെ ഓർഗനൈസേഷൻ്റെ ഫ്യൂച്ചർ ഗോളുകൾ നടപ്പിലാക്കുന്ന രീതിയിലുമായിരിക്കണം കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് ഡെവലപ്പ് ചെയ്യേണ്ടത്. അതായത് കമ്മ്യൂണിക്കേഷൻ ഈസ് നീഡഡ്, കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് അത്യാവശ്യമാണ് ടു മീറ്റ് ദ എക്സിസ്റ്റിംഗ് കമ്മിറ്റ്മെൻറ്റ്സ്, നിലവിലുള്ള കമ്മിറ്റ്മെൻറ്റുകൾ കൺസിസ്റ്റൻ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ തന്നെ ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ എൻ്റർപ്രൈസിൻ്റെ ഫ്യൂച്ചർ ഗോളുകൾ മീറ്റ് ചെയ്യാനും കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് നെസസറിയാണ്. അടുത്തത് ഫോളോ അപ്പ് കമ്മ്യൂണിക്കേഷൻസ്. ഫോളോ അപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദർ ഷുഡ് ബി റെഗുലർ ഫോളോ അപ്പ് ആൻഡ് റിവ്യൂ ഓൺ ദ ഇൻസ്ട്രക്ഷൻസ് ഗിവൻ ടു സബോർഡിനേറ്റ്സ്. Such follow-up measures help in removing hurdles, if any, in implementing the instructions. അതായത് സബോർഡിനേറ്റ്സിനെ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുകയും അവരുടെ ഇൻസ്ട്രക്ഷൻസ് റിവ്യൂ ചെയ്യുകയും ചെയ്യും. സബോർഡിനേറ്റ്സിന് നൽകുന്ന ഇൻസ്ട്രക്ഷൻസ് റിവ്യൂ ചെയ്യുകയും ചെയ്യണം. അത്തരത്തിലുള്ള ഫോളോ അപ്പ് മെഷേഴ്സിൽ കൂടെ ഹെർഡിൽസുകളെ റിമൂവ് ചെയ്യാൻ, തടസ്സങ്ങളെ റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഇൻസ്ട്രക്ഷൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ അവർക്ക് നൽകാനും വളരെ ഈസി ആയിരിക്കും.
കൃത്യമായിട്ടുള്ള ഫോളോ അപ്പ് അല്ലെങ്കിൽ തുടർച്ചാ നടപടികളും അതുപോലെ തന്നെ റിവ്യൂ ചെയ്യുക, അതായത് നടക്കുന്ന പ്രവർത്തനങ്ങളെ കൃത്യമായിട്ട് വിശകലനം ചെയ്യുകയും ചെയ്യേണ്ട ഒരു ആവശ്യകതയുണ്ട്. സബോർഡിനേറ്റ്സിന് ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്യാനും അതോടൊപ്പം തന്നെ ആശയവിനിമയ പ്രക്രിയയിലുള്ള തടസ്സങ്ങൾ നീക്കുന്നതിനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഫോളോ അപ്പ് കമ്മ്യൂണിക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്. ദർ ഷുഡ് ബി എ റെഗുലർ ഫോളോ അപ്പ് ആൻഡ് റിവ്യൂ ഓൺ ദ ഇൻസ്ട്രക്ഷൻസ് ഗിവൻ ടു സബോർഡിനേറ്റ്സിന് നൽകുന്ന ഇൻസ്ട്രക്ഷൻസിന് കൃത്യമായിട്ട് റിവ്യൂ ചെയ്യുകയും ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്യണം. അതിൻ്റെ ഭാഗമായിട്ട് ഹെർഡിൽസുകളെ റിമൂവ് ചെയ്യാനും തടസ്സങ്ങളെ റിമൂവ് ചെയ്യാനും ഇൻസ്ട്രക്ഷൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും വളരെ ഈസി ആയിരിക്കും. അതിൽ ലാസ്റ്റ് വൺ പറയുന്നത് ബി എ ഗുഡ് ലിസണർ. മാനേജർ ഷുഡ് ബി എ ഗുഡ് ലിസണർ. പേഷ്യൻറ്റ് ആൻഡ് അറ്റൻറ്റീവ് ലിസണിങ് സോൾവ്സ് ഹാഫ് ഓഫ് ദ പ്രോബ്ലംസ്. മാനേജർ ഷുഡ് ആൾസോ ഗിവ് ഇൻഡിക്കേഷൻസ് ഓഫ് ദെയർ ഇൻട്രസ്റ്റ് ഇൻ ലിസണിങ് ടു ദെയർ സബോർഡിനേറ്റ്സ്. അതായത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് ചെയ്യേണ്ട വ്യക്തിക്ക് ഉണ്ടാവേണ്ട ഒരു പ്രധാനപ്പെട്ട ഗുണമാണ് നല്ല ഒരു ശ്രദ്ധാലുവായിരിക്കണം അല്ലെങ്കിൽ ലിസണർ ആയിരിക്കണം എന്ന് പറയുന്നത്. ഒരു മാനേജർ എന്നുള്ള വ്യക്തി സ്വാഭാവികമായിട്ടും എ ഗുഡ് ലിസണർ കൂടി ആയിരിക്കണം. അതായത് സെൻറ്റർ എന്നുള്ള വ്യക്തി നല്ലൊരു ലിസണറും കൂടി ആയിരിക്കണം. പേഷ്യൻ്റ് ആൻഡ് അറ്റൻറ്റീവ് ലിസണിങ്, കൃത്യമായതും ക്ഷമയോട് കൂടിയതും അതുപോലെ തന്നെ ശ്രദ്ധയോടുകൂടിയും ശ്രവിക്കുന്ന കാര്യങ്ങൾ എന്നത് പകുതിയോളം പ്രോബ്ലത്തിനെ ഒഴിവാക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ മാനേജർ ഷുഡ് ആൾസോ ഗിവ് ഇൻഡിക്കേഷൻസ് ഓഫ് ദെയർ ഇൻട്രസ്റ്റ് ഇൻ ലിസണിങ് ടു ദെയർ സബോർഡിനേറ്റ്സ്. താൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ള മനോഭാവം സബോർഡിനേറ്റ്സിലും വളർത്തിയെടുക്കണം. സബോർഡിനേറ്റ്സ് പറയുന്ന കാര്യങ്ങൾ തിരിച്ച് കേൾക്കാനുള്ളൊരു മനോഭാവം അല്ലെങ്കിൽ ശ്രദ്ധിക്കാനുള്ള മനോഭാവം മാനേജേഴ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം. അപ്പോൾ രണ്ടുപേരും നല്ല രീതിയിലുള്ള ഗുഡ് ലിസണേഴ്സായിട്ട് മാറണം. നല്ല രീതിയിൽ ലിസൺ ചെയ്യാൻ കഴിയുമ്പോൾ മാത്രമാണ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് കൃത്യമായിട്ട് എഫക്റ്റീവാക്കി മാറ്റിയെടുക്കാൻ കഴിയുകയുള്ളൂ. ബോത്ത് ദ മാനേജർ ഓർ ടോപ്പ് അതോറിറ്റി ആൻഡ് ദ സബോർഡിനേറ്റ്സ് ഷുഡ് ബി എ ഗുഡ് ലിസണേഴ്സ്. സബോർഡിനേറ്റ്സും മാനേജേഴ്സും അതോടൊപ്പം തന്നെ നല്ല ലിസണേഴ്സ് ആയിരിക്കണം. അതാണ് ഇത് സൂചിപ്പിക്കുന്നത്. മാനേജർ ഷുഡ് ബി എ ഗുഡ് ലിസണർ. മാനേജർ നിർബന്ധമായിട്ടും നല്ലൊരു ലിസണർ ആയിരിക്കണം. പേഷ്യൻ്റ് ആൻഡ് അറ്റൻറ്റീവ് ലിസണിങ്, കൃത്യമായതും ക്ഷമയോടുകൂടിയതും ശ്രദ്ധയോടുകൂടിയതുമായിട്ടുള്ള ലിസണിങ് എന്നുള്ളത് സോൾവ്സ് ഹാഫ് ഓഫ് ദ പ്രോബ്ലംസ്. ഒരു ഓർഗനൈസേഷനിലെ പകുതി പ്രശ്നത്തിന് പരിഹാരമാണെന്നാണ് പറയുന്നത്. ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ പലപ്പോഴും ശ്രദ്ധക്കുറവ് കൊണ്ടാണ് പല പ്രോബ്ലംസും ഉണ്ടാകുന്നതെന്നാണ് പഠനങ്ങൾ പറയുന്നത് തന്നെ. അപ്പോൾ ശ്രദ്ധ കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞാൽ ഓർഗനൈസേഷനിലെ പ്രോബ്ലത്തിൻ്റെ പകുതിയോളം ഭാഗം നമുക്ക് ദൂരീകരിക്കാൻ കഴിയും. മാനേജർ ഷുഡ് ആൾസോ ഗിവ് ഇൻഡിക്കേഷൻസ് ഓഫ് ദെയർ ഇൻട്രസ്റ്റ്. അവരുടെ ഇൻട്രസ്റ്റ് കൃത്യമായിട്ടും പ്രൊവൈഡ് ചെയ്യുകയും ഇൻ ലിസണിങ് ടു ദെയർ സബോർഡിനേറ്റ്സ് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ള മനോഭാവം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യണം. അതാണ് ബി എ ഗുഡ് ലിസണർ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ആശയവിനിമയ പ്രക്രിയയെ ഫലപ്രദമാക്കാനുള്ള മാർഗ്ഗങ്ങൾ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? ഒന്ന്, ആശയവിനിമയം നടത്തുന്നതിന് മുമ്പ് ആശയം ക്ലാരിഫൈ ചെയ്യുക. സ്വീകർത്താവിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് ആശയവിനിമയം നടത്തുക. മറ്റുള്ളവരുമായി കൂടിയാലോചിച്ചതിന് ശേഷം അല്ലെങ്കിൽ കൺസൾട്ട് ചെയ്തതിന് ശേഷം ആശയവിനിമയം നടത്തുക. സന്ദേശത്തിൻ്റെ ഭാഷ, ശൈലി, ഉള്ളടക്കം എന്നിവ കൃത്യമായി മനസ്സിലാക്കുക. ശ്രോതാവിന് സഹായവും മൂല്യവും ഉണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യുക. ശരിയായ പ്രതികരണം അല്ലെങ്കിൽ എൻഷുർ പ്രോപ്പർ ഫീഡ്ബാക്ക് എന്നുള്ളത് നടപ്പിലാക്കുക. പിന്നെ നല്ല ലിസണർ ആവുക അല്ലെങ്കിൽ ബി എ ഗുഡ് ലിസണർ എന്ന് പറയുന്നത്. പിന്നെ ഫോളോ അപ്പ് കമ്മ്യൂണിക്കേഷന് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ആശയവിനിമയ പ്രക്രിയ ഫലപ്രദമാക്കാനുള്ള മാർഗ്ഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം അല്ലെങ്കിൽ ഡയറക്റ്റിംഗ് എന്നുള്ള ആ ഒരു ചാപ്റ്റർ അങ്ങനെ അവസാനിക്കുകയാണ്. കുറച്ച് വലിയ ചാപ്റ്ററാണ് ഡയറക്റ്റിംഗ്. മാനേജ്മെൻറ്റിൻ്റെ 4ാമത്തെ ഫംഗ്ഷനായിട്ടുള്ള ഡയറക്റ്റിംഗ് അഥവാ നിർദ്ദേശിക്കൽ അല്ലെങ്കിൽ മാർഗ്ഗനിർദ്ദേശം നൽകൽ എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. അതങ്ങനെ അവസാനിച്ചു. ഇന്നത്തെ ഈ ക്ലാസ്സോടുകൂടി അത് അവസാനിച്ചു. അപ്പോൾ എന്താണ് ഡയറക്റ്റിംഗ് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഇൻസ്ട്രക്റ്റിംഗ്, ഗൈഡിംഗ്, ഇൻസ്പയറിംഗ് ആൻഡ് മോട്ടിവേറ്റിംഗ് ദ പീപ്പിൾ ടു അക്കംപ്ലിഷ് ദ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്. സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഓരോ ജീവനക്കാരനെയും നിർദ്ദേശിക്കുകയും ആപിക്കുകയും അതുപോലെ തന്നെ അവരെ ഗൈഡ് ചെയ്യുകയും അതുപോലെ തന്നെ അവരെ നയിക്കുകയും ചെയ്യുന്ന ഒരു പൊതുവായ പ്രവർത്തനത്തിനെയാണ് ഡയറക്റ്റിംഗ് അഥവാ മാർഗ്ഗനിർദ്ദേശം നൽകൽ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. സോ ഡയറക്റ്റിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ഇൻസ്ട്രക്റ്റിംഗ്, ഗൈഡിംഗ്, ഇൻസ്പയറിംഗ് ആൻഡ് മോട്ടിവേറ്റിംഗ് ദ പീപ്പിൾ ടു അക്കംപ്ലിഷ് ദ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്. ഓർഗനൈസേഷൻ്റെ പൊതുവായ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഓരോ ജീവനക്കാരനെയും നിർദ്ദേശിക്കുകയും ഗൈഡ് ചെയ്യുകയും ഇൻസ്പയർ ചെയ്യുകയും ചെയ്യുന്ന പൊതുവായ പ്രവർത്തനമാണ് ഡയറക്റ്റിംഗ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഡയറക്റ്റിങ്ങിൽ പ്രധാനമായിട്ടും അതിൻ്റെ പ്രാധാന്യം എന്താണ്, ഡയറക്റ്റിങ്ങിൻ്റെ പ്രാധാന്യം, അതിൻ്റെ പ്രത്യേകതകൾ, പിന്നെ അതുപോലെ തന്നെ 4 എലമെൻറ്റുകൾ. ഡയറക്റ്റിങ്ങിന് പ്രധാനമായിട്ടും 4 എലമെൻ്റാണുള്ളത്. സൂപ്പർവിഷൻ അഥവാ മേൽനോട്ടം, മോട്ടിവേഷൻ അഥവാ പ്രചോദനം, പിന്നെ അതുപോലെ തന്നെ ലീഡർഷിപ്പ് അഥവാ നേതൃത്വം, കമ്മ്യൂണിക്കേഷൻ അഥവാ ആശയവിനിമയം. എന്താണ് സൂപ്പർവിഷൻ്റെ പ്രാധാന്യം അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ മോട്ടിവേഷൻ അഥവാ പ്രചോദനം എന്ന് പറഞ്ഞാൽ എന്താണ്, മോട്ടിവേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ചില ടേംസുകൾ, മോട്ടീവ്, മോട്ടിവേറ്റർ, ഇൻസെൻറ്റീവ്സ്, ഇതുപോലുള്ള ചില ടേംസുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോട്ടിവേഷനെ ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട തിയറി എബ്രഹാം മാസ്ലോൻ്റെ
നീഡ് ഹയറാർക്കി തിയറി അല്ലെങ്കിൽ അവശ്യ ശ്രേണി സിദ്ധാന്തം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറിയാണ്. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മോട്ടിവേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, പിന്നെ നെക്സ്റ്റ് നമ്മൾ ഇൻസെൻറ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, വ്യത്യസ്ത തരത്തിലുള്ള ഇൻസെൻറ്റീവ്സ്, ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് അതെന്തെല്ലാമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ മോട്ടിവേഷൻ കഴിഞ്ഞു, ഇൻസെൻറ്റീവ്സ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലീഡർഷിപ്പ് എന്ന ഭാഗത്തിലേക്ക് പോയി. ലീഡർഷിപ്പ് അഥവാ നേതൃത്വം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു. നേതൃത്വത്തിൻ്റെ പ്രത്യേകതകൾ, എത്ര തരത്തിലുള്ള നേതൃത്വ സ്റ്റൈലുകളുണ്ട് അല്ലെങ്കിൽ ലീഡർഷിപ്പ് സ്റ്റൈലുകളുണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓട്ടോക്രാറ്റിക് ഓർ അതോറിറ്റേറിയൻ, ലേസസ്-ഫെയർ, ഡെമോക്രാറ്റിക്. പിന്നെ അതിനുശേഷം നമ്മൾ ഒരു ഗുഡ് ലീഡർക്ക് വേണ്ട ക്വാളിറ്റികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ഭാഗത്തിലേക്ക് കടന്നു. കമ്മ്യൂണിക്കേഷൻ എന്താണെന്നും കമ്മ്യൂണിക്കേഷൻ്റെ ടൈപ്സുകൾ, അതുപോലെ കമ്മ്യൂണിക്കേഷൻ്റെ എലമെൻസുകൾ, ഫോർമൽ ആൻഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ, ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ, ഡയഗണൽ, അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ. പിന്നെ അതുപോലെ തന്നെ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് എന്താണെന്നും അതിൻ്റെ എത്ര തരത്തിലുള്ള ഫോർമൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ഉണ്ട്, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് അഥവാ ഗ്രേപ്പ് വൈൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നും എത്ര തരത്തിലുള്ള ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ഉണ്ട് എന്നുള്ളതും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ബരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആശയവിനിമയ പ്രക്രിയയിൽ ഉണ്ടാകാവുന്ന തടസ്സങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. 4 തരത്തിലുള്ള ബരിയേഴ്സ്, സൈക്കോളജിക്കൽ, അതുപോലെ പേഴ്സണൽ, ഓർഗനൈസേഷണൽ ആൻഡ് സെമാൻറ്റിക് ബരിയേഴ്സ്. പിന്നെ ലാസ്റ്റ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ഇംപ്രൂവിങ് കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ്നെസ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനെ എങ്ങനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് ഡയറക്റ്റിംഗ് എന്നുള്ള ആ ഒരു ചാപ്റ്ററിൽ ഉള്ളത്. അപ്പോൾ നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ 4ാമത്തെ ഫംഗ്ഷനായിട്ടുള്ള ഡയറക്റ്റിംഗ് എന്നുള്ള ഭാഗം അങ്ങനെ കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത ദിവസം നമ്മൾ പുതിയ ചാപ്റ്ററായിട്ടുള്ള കൺട്രോളിംഗ് അഥവാ നിയന്ത്രണം എന്നുള്ള ഭാഗത്തിലേക്ക് കിടക്കുകയാണ്. മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും അവസാനത്തെ ഫംഗ്ഷനായിട്ടുള്ള കൺട്രോളിംഗ് അഥവാ നിയന്ത്രണം എന്നുള്ള ഭാഗത്തിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഭാഗത്തിൻ്റെ വീഡിയോ എല്ലാവരും കാണുക. ഓക്കെ, താങ്ക് യു.